4 door പവർ വിൻഡോ, നമ്മളെ 9 ഇഞ്ച് കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. മിററിലെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 69,000 കിലോമീറ്റർ വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 39,000 കിലോമീറ്റർ. RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മോഡലാണ്. 9 MBFI AC വാഹനമാണ്. പിന്നെ ഇതാണ് 2029 പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് 83,000 കിലോമീറ്റർ ഈ വാഹനം വരുന്നത്. സ്വിഫ്റ്റ് VXI ആണ് മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ഈക്കോ ആണ്. കിലോമീറ്റർ നമുക്കൊരു 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അവിടെ. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എന്താ പറയാനായിട്ട് പുതിയ വണ്ടി എടുക്കും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ ഓയിലെസ് കാർസിലാണ്. അപ്പം നമ്മുടെ റോജൻ ബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞു. ഓണം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഓണം കഴിഞ്ഞ് സ്റ്റോക്കൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് ദിവസം ചെയ്തിരുന്നല്ലേ വീഡിയോ? ഓണത്തെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവെള്ള താന്നിമൂടാണ്. ട്രിവാൻഡ്രത്ത് പാറശാല പോകുന്ന വഴിക്ക് അമരവെള്ള താന്നിമൂട്. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. റോജൻ ബ്രോ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത് 2011 അല്ലേ? ഓക്കെ. വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ടല്ലോ? 10 വർഷം പഴക്കമുള്ള വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി, വീട്ടിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ റോജൻ ബ്രോ നമുക്ക് തുടങ്ങുന്ന ഒരു ക്യൂട്ടിയിൽ തന്നെ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2016 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് 39,000 കിലോമീറ്റർ. RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. RXL ആണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ സ്ക്രാച്ചസ് നല്ല നീറ്റ് തിരുവനന്തപുരം വണ്ടി വെഹിക്കിളാണ്. കാരണം ഈ പ്രത്യേക ഒരുപാട് ആൾക്കാർ ഇടയ്ക്ക് നമുക്ക് ഈ നമ്മളെ ഈ ക്യൂട്ടി തന്നെ റെഡ് കളർ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റായിട്ട് റെഡ് കളർ ബഡ്ജറ്റിലുള്ള വെഹിക്കിൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സീറ്റ് കവറുണ്ട്, വൃത്തിയായിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ടല്ലേ? 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ലോക്ക് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ അടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ വേറെ സ്ക്രാച്ച് അതിൻ്റെ കാര്യങ്ങളില്ല. ടയർ കണ്ടീഷൻ 80% ടയർ ഉണ്ടല്ലേ? വേറെ മേജർ ഇഷ്യൂ ഒന്നുമില്ലല്ലോ? 39,000 കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയല്ലേ? ക്യൂട്ട്. ഇത് മൈലേജ് എങ്ങനെ വരുന്നത്? മൈലേജ് എത്രയായിട്ട്? ഒരു 18-20 സുഖമായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മളത് 2.15 പ്രതീക്ഷിക്കുന്നത്. ചെറിയ രീതിയിൽ ചെയ്തു 2.15 പ്രതീക്ഷ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ട്രാക്കുള്ളതൊക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ കയറും. ഫിനാൻസ് കിട്ടും. അതല്ലെങ്കിൽ എത്ര അടയ്ക്കേണ്ടി വരും? കൂടി ഒരു 10-25 രൂപ അടയ്ക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ. ഇവ 2007 മോഡലാണ്. LX AC പവർ വരുന്ന വേരിയന്റ് ആണ്. 2027 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. LX റീപ്ലേസ്മെന്റ് എല്ലാ വണ്ടി അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളുള്ളതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഇല്ല. ഓക്കെ. ടയർ നല്ലൊരു 70% ടയർ ഉണ്ടല്ലേ? സ്ക്രാച്ച് ഉണ്ട്, അതിനൊന്നുമില്ല. ഇല്ല. LXI ആണ്. നമുക്ക് സീറ്റ് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് ഫൈനൽ 95 രൂപ കൊടുക്കാം. 95 രൂപ. നെഗോഷ്യബിൾ ആണോ? മാക്സിമം ആണ്. അടുത്ത വണ്ടി ക്യുഡ്. ഇത് വണ്ടി 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 69,000 കിലോമീറ്റർ വാഹനം വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. RXL തന്നെയാണ്. RXL വരും. ഇത് 1 ലിറ്റർ ആണോ 800 ആണോ? 800 cc. ഓക്കെ. RXL ആണ് വേരിയന്റ് വരുന്നത്. സീറ്റ് ഫാബ്രിക് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC വരുന്നുണ്ട് അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു 18 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമ്മളൊരു 2.39 റേഞ്ച് ആണ് കൊടുക്കാം. 2.39. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫുൾ ഫിനാൻസ് ചെയ്യാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഈ വാഹനം 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 83,000 കിലോമീറ്റർ ഈ വാഹനം വരുന്നത്. സ്വിഫ്റ്റ് VXI ആണ്. VXI അല്ലേ? VXI. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. വേറെ സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഓടിക്കാൻ കൊള്ളാം, നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ. ടയർ കണ്ടീഷൻ ഒരു പുതിയ ടയർ തന്നെ പറയാമല്ലോ? അതെ. 4 ടയർ പുതിയ തന്നെ പറയാം. ഓക്കെ. ഇതിനകത്ത് നമ്മുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം സ്വിഫ്റ്റ് ആകുമ്പോൾ ഒരു 15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കല്ലേ? 15 to 17. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര കൊടുക്കാം? നമുക്കൊരു 4.10 കൊടുക്കാം. 4.10. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? 3.25 റേഞ്ചൊക്കെ നമുക്ക് നോക്കാം. ഇത് നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസ്? നെഗോഷ്യബിൾ. അപ്പോൾ അടുത്തത് മാരുതി 800. ഇത് 2009 മോഡലാണ്. 9 MBFI AC വാഹനമാണ്. പിന്നെ ഇതാണ് 2029 പേപ്പറുണ്ട്. 29 പേപ്പർ ഉണ്ടല്ലേ? 29 പേപ്പറിനാണ് വാല്യൂ അല്ലേ? പേപ്പറിനാണ് വാല്യൂ ഇപ്പോൾ. പൈസയാ? അത് തന്നെ. റീടെസ്റ്റിന് ഇപ്പോൾ നല്ല ചിലവായി. ഓക്കെ. 29 പേപ്പർ ഉണ്ട്. വേറെ വണ്ടി വലിയ കുഴപ്പമില്ലല്ലേ? ഓക്കെ. സീറ്റ് വർക്ക് ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. 800 ആണ്. വേറെ
അപ്പോൾ മാരുതി 800 നോക്കുന്നവർ നോക്കാം അല്ലേ? നോക്കാം. പിന്നെ ഒരു എടുത്ത് പഠിക്കാനും ഇപ്പോൾ വളരെ കുറവാണ് മാരുതി 800 വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 85 രൂപ കൊടുക്കാം. 85 റേഞ്ച് 9 വണ്ടി അല്ലേ? 9 വണ്ടി. ഓക്കെ, പക്ഷേ പേപ്പറുണ്ട് 29 പേപ്പറുണ്ട്. ഇവിടെയാണ് വണ്ടി 2022 മോഡലാണ്. 22 ലാസ്റ്റ് ആണ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ്, 47,000 കിലോമീറ്റർ, RXT ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ആൻഡ് വെഹിക്കിളാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, നമ്മളെ 9 ഇഞ്ച് കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. മിററിലെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഒരു പ്രത്യേകത യോക്കോഹാമ ടയർ പുതിയ 4 പുതിയ ടയർ. അപ്പൊ തന്നെ പുതിയ ടയർ എടുത്ത് ആലോചിച്ചു. അപ്പൊ ക്വാളിറ്റി ടയർ എടുത്ത് നോക്കി 4 ടയറും യോക്കോഹാമ ടയറാണ്. പുത്തൻ ടയറാണ്, തേഞ്ഞിട്ടില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. കമ്പനി സർവീസിനാണല്ലോ? എല്ലാം ഫുൾ കമ്പനി സർവീസ്, കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ. ഓക്കെ, സീറ്റ് കവർ ഉണ്ട്. ആൻഡ്രോയിഡ് സീരിയൽ ഇൻബിൽറ്റ് വരുന്നുണ്ട് അല്ലേ? ഇൻബിൽറ്റ് വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ട്, AC പവർ വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ക്യൂട്ടിന്റെ പുതിയ മോഡൽ എല്ലാ ടെസ്റ്റ് ഡ്രൈവ് ലാസ്റ്റ് അല്ലേ? ഓക്കെ, DRL അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? നമുക്ക് മാക്സിമം ഒരു 3,99,000 രൂപയ്ക്ക് കൊടുക്കും. 3,99. ഓക്കെ, അപ്പം ഫിനാൻസോ? ഫിനാൻസും ഫുൾ ഫിനാൻസ് കിട്ടും. അതല്ലെങ്കിൽ ഒരു 20,000 രൂപ 30,000 രൂപ ഓൾമോസ്റ്റ് വേറെ സിവിൽ വല്ല ഇഷ്യൂസ് ഇല്ലാതെ മാക്സിമം ലോൺ കയറും. ഡ്രൈവർ 2021 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, 16,000 കിലോമീറ്റർ, ഏറ്റവും ടോപ്പ് ആൻഡ് RXZ ആണ്. ടോപ്പിന് വേണ്ടി അലോയ്സ് വരുന്ന മോഡൽ അല്ലേ? അതായത് AC പവർ 4 ഡോർ പവർ വിൻഡോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 7 സീറ്റ് സെൻട്രൽ AC, ആൻഡ്രോയിഡ് സിസ്റ്റം, അലോയ്സ്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടയർ കണ്ടീഷൻ 70% മേലുണ്ട്. 16 കിലോമീറ്റർ ഓടിയുള്ളൂ. 16,411 കിലോമീറ്റർ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വരും. ഡ്യുവൽ എയർ ബാഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 16,411 കിലോമീറ്റർ അല്ലേ? എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട്. കീലെസ് സെന്റർ ഉണ്ടല്ലോ? കീലെസ് സെന്റർ കീ കയ്യിരിപ്പുണ്ടല്ലേ? പുഷ് സെന്റർ, കീലെസ് സെന്റർ എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഡ്രൈവറിന്റെ മൈലേജ് എങ്ങനെ വരും? 18-20 രൂപ പ്രതീക്ഷിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നമില്ല. അതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 6,400 കൊടുക്കാം. 6,400 നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എത്ര കയറും? സുള്ളർക്ക് മാക്സിമം ചെയ്യാം. അടുത്ത വേണ്ടി ഹോണ്ട ബ്രിയോ 2015 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ്, 65,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് 65,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ്. ഓക്കെ, വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം, ജസ്റ്റ് അഴുക്കായി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ്. സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഹോണ്ട ബ്രിയോ വെറും മൈലേജ് എങ്ങനെ വരും? ഒരു 15-17 രൂപ പ്രതീക്ഷിക്കാം. സീറ്റ് ഫാബ്രിക് ആണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. വേണ്ട എയർ ബാഗ് വരുന്നില്ലല്ലോ? എയർ ബാഗ് വരുന്നില്ല. പറയുന്ന പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കൊരു 3,49 റേഞ്ചിന് കൊടുക്കാം. 3,49. ഫിനാൻസ് എത്ര? ഫിനാൻസ് മാക്സിമം കയറും. അപ്പോൾ അടുത്ത വേണ്ടി ഈക്കോ. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ അത് നോക്കി നടക്കുന്ന വാഹനമാണ്. 2018 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, ഈക്കോയാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ നമുക്ക് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ടയർ കണ്ടീഷൻ 15,000 ഉണ്ടല്ലേ? ഒരു 60% ടയർ എന്ന് പറയാം. തീർച്ചയായിട്ടും. ഓക്കെ, 7 സീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 7 സീറ്റ് ആകുമ്പോൾ AC വരില്ല. ഓക്കെ, അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ വണ്ടി. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. 15 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 കിലോമീറ്റർ അല്ലേ? 20 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൈസ് വരുന്നത്? 3,80 കൊടുക്കാം. 3,80. ഫിനാൻസ് നമുക്ക് മാക്സിമം നോക്കാൻ പറ്റും. അപ്പം അടുത്ത വണ്ടി സിട്രോൺ C3 എയർ ക്രോസ്. വേറെ വണ്ടിയാണ്. ഇത് എയർ ക്രോസ് ആണ്. 7 സീറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമ്മളൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ്. അറൗണ്ട് ഓൺ റോഡ് അറൗണ്ട് ഒരു 15 ലക്ഷത്തോളം രൂപ വില വരുന്നുണ്ട്. കിലോമീറ്റർ നമുക്കൊരു 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അവിടെ. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എന്താ പറയാനായിട്ട് പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് ഹൈബ്രിഡ് അല്ലേ ബ്രോ? ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് ആണല്ലേ? ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് 2022 ലാസ്റ്റ് വണ്ടി. ഞാൻ പറയാം 7,000 കിലോമീറ്റർ മാത്രമേ ഓടി. 7,400 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. തേയ്മാനമൊക്കെ എത്ര ടയറിന്റെ? സെയിം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ലൊരു പ്രീമിയം ഒരു XUV ടൈപ്പ് എന്ന് പറയാം. 7 സീറ്റ് XUV ആണ്. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അതുകൊണ്ട് നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലേ? പിന്നെ സെൻട്രൈസ് നല്ല സൂപ്പർ സെൻട്രൈസ് വരുന്നുണ്ട്. 4 വെൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ്ങിന്റെ ബാക്കിൽ 2 USB വരുന്നുണ്ട്. 2 ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. അത് ഇതേ കണക്ക് തേർഡ് റോയിൽ വരുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ,
ഉണ്ടോ സീറ്റ് നമുക്ക് ഫോൾഡബിൾ ആണ് രണ്ട് രീതിയിൽ. ഈ ബാക്ക് സിംഗിൾ സീറ്റ് 2 സീറ്റ് ഫോൾഡ് ചെയ്യാം. ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് 2 എണ്ണം ബാക്കിലുണ്ടല്ലേ? ബാക്കിലുണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം ബാക്കിൽ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്നത് അല്ലേ? പിന്നെ അത്യാവശ്യം ഫീച്ചർ നമ്മൾ പഞ്ചർ കിറ്റും അത്യാവശ്യം സെയിം വണ്ടി പുതിയ ഇറക്കിയ എല്ലാം അതേപോലെ ഉണ്ട്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. സ്റ്റെപ്പിന് വരുന്നുണ്ട്, സ്റ്റെപ്പിന് അടിയിലുണ്ടല്ലേ? സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഫ്രണ്ട് നോക്കിയാൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മളെ സ്റ്റീരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. മിറർ അഡ്ജസ്റ്റബിൾ, നല്ല മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. എല്ലാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള. അപ്പോൾ നമുക്ക് 15,000 രൂപ വേണ്ടി നമുക്ക് എത്ര കൊടുക്കാം? ഇപ്പം സത്യം പറഞ്ഞ ഓഫർ പ്രൈസ് ആണ്. നമുക്കൊരു 11.5 കൊടുക്കാം. 11 ലക്ഷം കൊടുക്കാം. മറ്റേ വണ്ടിക്ക് 17 മേലുണ്ടല്ലോ. 17 വണ്ടിക്ക് ഇതിപ്പോൾ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെടുക്കുന്ന പുതിയ വണ്ടി എടുക്കുന്നവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫിനാൻസ് അണ്ടർ കമ്പനി വാറണ്ടിയിലാണ് വണ്ടി. അണ്ടർ വാറണ്ടിയില്ല. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? കേട്ടില്ല. ഫിനാൻസ് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. പ്രോജക്റ്റ് നമ്മൾ വന്ന സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ശരി, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.